നമ്മളിങ്ങനെ സിനിമയിൽ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ സിനിമയിൽ നിന്നല്ല സിനിമ കാണാൻ പോയ എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിൽ അനുഭവങ്ങളിങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഒരു പോലീസ് ഓഫീസറെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം നർക്കോട്ടിക് വിഭാഗത്തിലെ ഇപ്പോൾ സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം മാത്യു പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പോലീസ് കയറിയ സമയങ്ങളിൽ ഡ്യൂട്ടിക്ക് പോകുന്ന ആ സമയത്ത് ഈ തിയേറ്ററുകളിൽ പടങ്ങൾ വരുമ്പം അവിടെ ഡ്യൂട്ടിക്കിടും. കാരണം ജനം കൂടുമല്ലോ, പണം ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ ഓൺലൈൻ ടിക്കറ്റൊക്കെയാണ്, അന്ന് എല്ലാം ക്യൂ ഒക്കെ നിന്ന് വേണം എടുക്കാൻ. അപ്പം അതുമാത്രമല്ല, അതിന് കൂടെ ഈ ബ്ലാക്ക് ടിക്കറ്റ് എടുക്കുന്ന ചില വിരുദ്ധന്മാരുണ്ട്. ഇവന്മാരുടെ ഗ്യാങ് അവന്മാർ വന്ന് ഇടിച്ച് കയറി പോക്കറ്റടി അതിനുള്ള കുറേ കേസുകളുണ്ടാകും. പണ്ട് അവിടെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് 3 ഇരട്ടി വിലയ്ക്ക് വിൽക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ടിക്കറ്റ് കിട്ടാതെ പലരും പരാതികൾ പറയുക. അപ്പം വിതരണക്കാർ തന്നെ പറയുന്നത് ഇതുപോലെ ആൾക്കാർ ഒത്തിരി പേര് സിനിമ കാണാതെ തിരിച്ചു പോകുന്നുണ്ട്, ടിക്കറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ ആരും സിനിമ കാണുന്നില്ല, ഇതിങ്ങനെ പറയും. അങ്ങനെ ഡ്യൂട്ടിക്ക് സാറിനെ ഇടും. അപ്പോൾ ഈ മാത്യു പോൾ സാറ് അങ്ങനെ ഡ്യൂട്ടിക്ക് തിയേറ്ററിൽ ഡ്യൂട്ടിക്ക് പോയ ഒരു കഥ പറഞ്ഞു കേൾപ്പിച്ചു. അത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. മാത്യു പോൾ സാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അതിലുപരി വലിയൊരു കലാകാരനാണ് സാർ. അപ്പോൾ ഈ പരിപാടി എന്ന് പറയുന്നത് സിനിമ കാഴ്ചക്കാരുടെ പ്രേക്ഷകനോടുള്ള ചോദ്യമാണ്. അതായത് പഴയകാല സിനിമ കണ്ടതും ഇപ്പോഴത്തെ സിനിമയും തമ്മിലുള്ള അന്നേരം ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഒരു സിനിമ കണ്ടതും അതിനെക്കുറിച്ചുള്ളതും പിന്നെ തിയേറ്ററിൽ ചെന്നുള്ള അനുഭവങ്ങളും പിന്നെ സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. അതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറേ ആദ്യം ഏത് സിനിമയാണ്? കൃത്യതയില്ല, കാരണം ഇല്ല. ഞങ്ങള് എല്ലാ ഞായറാഴ്ച ഞങ്ങളുടെ അച്ഛൻ സിനിമയ്ക്ക് പോകും. അപ്പൻ ഓരോ മക്കളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ എൻ്റെ ഊഴം ഏതാണ്ട് 1.5 മാസം കൂടുമ്പോൾ നമുക്കൊരു ഊഴമുണ്ട് എല്ലാവർക്കും. ഞങ്ങളെല്ലാം അങ്ങനെ ഓരോ പിള്ളേരുമായിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. അതിൽ വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാല് ഇതിന്റെ കഥ പറയണം. ഒന്ന് വീട്ടിൽ, 2 ഒരിക്കലും സിനിമയ്ക്ക് കാണാൻ പോകാൻ കഴിയാത്ത കൂട്ടുകാരുടെ മുന്നിൽ ജാട അടിക്കണം. അതിന് പലപ്പോഴും കഥയൊക്കെ നമ്മളങ്ങ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി വളരെ ഗംഭീരമായി. അപ്പം നമ്മളൊരു കഥ പറച്ചിലുകാരനും എഴുത്തുകാരനും ഒക്കെ ആയുള്ള ഒരു സ്പേസ് അവിടെ നിന്ന് തന്നെ കിട്ടി. കാരണം പലതും നമ്മൾ മറന്നുപോയി കാണും. എന്നാലും ഗ്യാസ് കയറ്റി കയറ്റി കഥ. കാരണം ഇവന് ഏതായാലും ഈ സിനിമ കാണാൻ പോകത്തില്ല. അതാണ്. അപ്പം സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ട് സാർ ഉദ്യോഗസ്ഥനാകുന്ന മുമ്പ് കാണാൻ പോയിട്ട് എന്തെങ്കിലും അനുഭവങ്ങളോ കോളേജ് തലത്തിൽ പോയപ്പോഴോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഈ സിനിമ അക്കാലത്ത് ഞങ്ങൾ ഈ ക്ലാസ് കട്ട് ചെയ്തുകൊണ്ടും സിനിമയ്ക്ക് പോയ ഒരു ഓർമ്മകൾ എനിക്കില്ല, അത്തരം സജീവമായ ഓർമ്മകളില്ല. പക്ഷെ ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ടൗണിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് വൈകുന്നേരം സെക്കൻഡ് ഷോയ്ക്ക് പോകാം. അത് അനുവദനീയമാണ്. അതിൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കണം. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളിലൊക്കെ സിനിമ കാണുന്ന കാലത്ത് ഈ സിനിമയെ സീരിയസ് ആയിട്ട് മനുഷ്യൻ കാണുന്ന അത് ശരിക്കും ഒരു മീഡിയം തന്നെയായിരുന്നു. കാരണം മറ്റ് വിനോദ ഉപാധികളില്ലാന്ന് മാത്രമല്ല, മറ്റ് സ്പേസസ് ഇല്ല. പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ കുറവാണ്. ഈ പൊതു ഇടം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ ആണിപ്പോൾ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ ചെന്നാൽ നമ്മളവിടെ സിനിമയ്ക്ക് പോകും. ഇപ്പോൾ ഈ ഞങ്ങളുടെ പെരുന്നാൾ വന്നാൽ നമ്മൾ ഇപ്പോൾ അത് ഏത് സന്തോഷങ്ങളുണ്ടോ അവിടെ സിനിമ ഏകമാർഗം. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥയാണ്. മറ്റു ഓപ്ഷൻസ് ഇല്ലാത്ത അതാണല്ലോ അതിൻ്റെ. അപ്പം പിന്നെ സാറ് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്? അതായത് ആദ്യമായിട്ട് ധാരാളം പോയിട്ട് വെച്ചാൽ അന്ന് ഇന്നത്തെ അവസ്ഥ എനിക്ക് അത്ര മേൽ പരിചയമില്ല. ഞാൻ ആദ്യം പോകുന്നത് സമ്മാനം, നമ്മുടെ സമ്മാനം സിനിമ, പിന്നെ 7 കൂട്ടം എന്നാണ് നമ്മുടെ ദിലീപ് ആദ്യം അഭിനയിച്ച ഒരു പടമുണ്ട് ഫോർട്ട് കൊച്ചിയിലെ. പിന്നെ സമ്മാനം നമ്മുടെ ഇവിടെയായിരുന്നു, കലാഭവൻ മണി സാറിൻ്റെ ഒക്കെ ഒരു ബിഗിനിങ്ങാണ്. അന്ന് എനിക്ക് രസം തോന്നി. അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നത് കിരീടമുണ്ടി എന്ന് പറഞ്ഞ ആ പുള്ളി അദ്ദേഹമാണെന്ന് തോന്നുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല. അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്. അപ്പം ഞാൻ കലാഭവൻ മണി പുള്ളി അപ്പോൾ ഒരു സ്റ്റണ്ട് സീനാണ്. ആ സ്റ്റണ്ട് സീനിൻ്റെ ഒരു പ്രത്യേകത, അവിടെ മറ്റേ അവരുടെ ഗുണ്ടകളെല്ലാം കൂടെ എല്ലാ കല്ലും മണ്ണും എല്ലാം എടുത്ത് മാറ്റുക. അപ്പം നോക്കുമ്പോൾ ഈ ചങ്ങായി കലാഭവൻ മണിച്ചേട്ടൻ അവരുടെ കൂടെ പോയി ചെയ്യുക. അപ്പോൾ ഒരു പൊട്ടക്കിണറുണ്ട്, ആക്ച്വലി അത് പൊട്ടക്കിണറാണ്. അയാൾ അവിടെ ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നു. നേരപ്പം പ്രൊഡ്യൂസർ, അപ്പം ഞാൻ മലച്ചേട്ടനുണ്ട്. മലച്ചേട്ടനൊക്കെ നമ്മുടെ ഒരു ഞങ്ങൾ പോലീസുകാരാണല്ലോ, അവിടെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല.
അപ്പോൾ ആ പ്രൊഡ്യൂസർ പറഞ്ഞ ഒരു സംഭവം ഇത് കണ്ടില്ലേ സാർ, ഇനി അടുത്തൊരു പടം വിളിച്ച ആ പയ്യനെ ഞാൻ വിളിക്കാതിരിക്കുമോ? അതാണ്. അതായത് ഈ പ്രൊഡക്ഷനോടുള്ള ഒരു കലാകാരൻ എന്ന നിലയിലുള്ള അയാളുടെ അറ്റാച്ച്മെൻറ്റ് അതൊരു വലിയ സംഭവമാണ്. ഇപ്പോൾ ആളെ ഞാനോട് ഒരുപാട് മനുഷ്യൻ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എനിക്ക് ഞങ്ങൾ എൻ്റെ പോലീസുകാർക്ക് ഇത് കേട്ടതാണ്, മാളച്ചേട്ടനും കേട്ടതാണ്. ഞാൻ പറഞ്ഞത് കമ്മിറ്റ്മെൻറ്റ് അത് പൊതുവില്ലിപ്പോൾ അത് കുറഞ്ഞു വരുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം സാറ് പോലീസിൽ ചേർന്ന ശേഷം ഈ തിയേറ്ററിലുള്ള ചിലപ്പോൾ റിലീസാകുന്ന ചിത്രങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വേണ്ടി വരും. അവിടെ പോയിട്ട് ചെറിയ രസകരമായ അത് വളരെ രസമെന്ന് വെച്ചാലേ റിലീസാവുമ്പോൾ എനിക്ക് തോന്നുന്നു ഏത് മിക്ക റിലീസ് പടങ്ങളും ആദ്യത്തെ ഒരാഴ്ച ഞങ്ങളുടെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അപ്പം അത് രസമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അന്ന് ഈ പോലീസ് സ്റ്റേഷനും ഈ മാനേജരും തിയേറ്റർ മാനേജറുമായിട്ട് നല്ല ടേംസ് ആയിരിക്കണം. ഇല്ലേ വിളിച്ചാൽ പോകത്തില്ലല്ലോ, കിട്ടത്തില്ല. അപ്പം അന്നേരം ഇപ്പോൾ ഉള്ളവരെല്ലാം കൂടെ വാരിക്കോരി ഒരു 4-5 പേരെങ്കിലും ചെല്ലും. അപ്പോൾ ചെല്ലുമ്പോൾ രസം എന്താ വെച്ചാൽ നമ്മളെ ജീപ്പ് മതി. ജീപ്പ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ 2-3 ടൈപ്പാണ് പ്രേക്ഷകരുള്ളത്. അത് ഇവന്മാർ ബ്ലാക്ക് വിൽക്കുന്നവന്മാരുണ്ട്, അപ്പം അവർ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അപ്പം ഇവന്മാരാദ്യം മുങ്ങും, കാരണം ഒരു വാളുണ്ടെങ്കിൽ ഇവന്മാരുടെ ഇത് കാണും. പിന്നെ ഞങ്ങളെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അവർ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യും. ഇപ്പം ഇന്ന് ബ്ലാക്ക് എന്ന് പറഞ്ഞ സിസ്റ്റമേ ഇല്ല കേട്ടോ, വൈറ്റും ഇല്ല. അപ്പം അത് വളരെ അപ്പം ഇവർ പോവും. പിന്നെ നമ്മൾ ഇവിടെ ഒരു പ്രധാന ശത്രു എന്ന് വെച്ചാൽ എല്ലാ കരുത്തന്മാരായ കോളേജ് പിള്ളേരാണ്. ഇവന്മാർ ഒരുമാതിരി നമ്മൾ രാത്രി വിഷയമൊന്നും നിൽക്കത്തില്ല. അതൊരു സംഭവം തന്നെ. അത് അതിൻ്റെയൊക്കെ കാരണം പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നുള്ളിടത്ത് തന്നെയാണ്. അപ്പം ഈ സാർ ഇപ്പോഴത്തെ പഴയ കാലത്തെ ആ സിനിമകളും മാറി ഇപ്പം പുതിയ ട്രെൻഡുകളും സിനിമകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പം പ്രേക്ഷകൻ ഇപ്പോഴും പഴയ പോലെ കൊണ്ട് ഇടിച്ചു കയറുന്ന ഭയങ്കരമായ ചില സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം പല ഒരാളോട് ഇന്റർവ്യൂ പറഞ്ഞത് OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രം സിനിമകൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. തിയേറ്റർ സിനിമകൾ ഇപ്പം കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാറിന് എന്താ പറയുക, ഇങ്ങനെ സിനിമകൾ തിയേറ്ററിൽ ഫാമിലി കയറുന്ന സിനിമകൾ? അപ്പോൾ അവിടെ ഒരു പ്രശ്നം, നമ്മുടെ അന്നത്തെ കുടുംബ സങ്കല്പവും ഇതൊന്നും വ്യത്യാസമാണ്. ഇന്നത്തെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ 5 പേരും 5 തുരുത്തുകളാണ്. ഞങ്ങൾ 5 പേരോട് സിനിമയ്ക്ക് പോകുന്നില്ല. കാരണം അവരവരുടെ മുകളിൽ നിന്ന് കുട്ടികൾ മൊബൈലിൽ ലോകം കീഴടക്കുന്നു. ഞാൻ എൻ്റെ ലോകം, അല്ല അമ്മച്ചി പ്രാർത്ഥനയുടേതായ മറ്റൊരു ലോകം. അപ്പം അന്നെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ, കുടുംബം ഇമ്പമുള്ളത് തന്നെയാണല്ലോ. അപ്പം അതാണ് നമ്മൾ ഒന്നിച്ചു. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഈയിടെ ഒരു ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിൽ നായകൻ്റെ അപ്പനാ. രസം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ 2 മക്കൾ അത് കാണാൻ പോയില്ല. 2 ആഴ്ച ഇവിടെ കളിച്ചിട്ട് മക്കൾ അപ്പൻ്റെ സിനിമ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു സബ്ജക്റ്റ് മാറ്റർ അല്ല. ഇപ്പം ഏതോ വിദൂരസ്ഥനായ ഒരു കക്ഷി വിളിച്ചു പറയാൻ നമ്മൾ സിനിമയ്ക്ക് പോകും. അവൻ്റെ സിനിമ എറണാകുളത്താണല്ലോ പോയി കാണും. ഈ സിനിമ എന്ന് പറയുന്ന സംസ്കാരമാണ്. അതാണ് പുതിയ തലമുറയ്ക്ക് മനസ്സിലാകാത്തത്. സിനിമ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രിഫിക്സ്, ആ തുടക്കത്തിൻ്റെ അതിൻ്റെ ഒടുക്കം, അതിനോടിടയ്ക്ക് ഒരു വലിയ സംസ്കാരം അവിടെ രൂപപ്പെടുന്നുണ്ട്. ഈ സിനിമയുടെ ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ കഥകൾ ലോകത്തുണ്ടായിട്ട്. അതായത് സിനിമയെ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുവാൻ സിനിമയ്ക്ക് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അഥവാ സിനിമ എന്ന് പറയുന്ന സംസ്കാരമായിരിക്കണം. 70കളിൽ നമ്മളുടെ ഈ കേരളത്തിൽ അടക്കം എല്ലാ പ്രദേശത്തും ഈ ഇത്തരം ക്ലബ്ബുകൾ, സിനിമ ഫിലിം ക്ലബ്ബുകൾ, അത് അവിടെയാണ്. അത് ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സിനിമ ആസ്വദിക്കുന്നതിന് ഒരു വ്യാകരണമുണ്ട്. കവിത എഴുതുന്നതിനും പാരായണം ചെയ്യുന്നതിനും കേൾക്കുന്നതിനും ഉള്ളതുപോലെ തന്നെ ഇതൊരു കലയാണ്. എങ്ങനെയാണ് അപ്പോൾ ഒരു ക്ലാസിക് സിനിമ, ബൈസിക്കിൾ തീവ്സ്, അത് എങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? അത് ആസ്വാദന പാഠശാലകൾ, ആസ്വാദന പഠന കളരികൾ ഉണ്ടാവണം, അടിസ്ഥാനപരമായി ഉണ്ടാവണം. നല്ല തലമുറയെ വാർത്തെടുക്കാൻ അത് അത്യാവശ്യമാണ്. വേറെ കാര്യമുണ്ട് സാറേ, ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ അന്നത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം റിവ്യൂ എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇറങ്ങും. സിനിമകൾ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അതിങ്ങനെ പോകുന്നത്. അതങ്ങനെയാണ്. മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ജയറാമായാലും ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ഇങ്ങനെ ഏത് താരങ്ങളായാലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ഇങ്ങനെ മുഴപ്പിച്ച് കാണിച്ച് ആ വേറൊരു റൂട്ടിലോട്ട് വിടുക. ഇപ്പോൾ ഈയിടെ പിന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ കേസ് റിവ്യൂ അങ്ങനെ പറയാൻ പാടില്ല എന്നത് വിധിയൊക്കെ വന്നു. പക്ഷേ എന്നിട്ടും ഒതുക്കുന്ന ആൾക്കാർ നടത്തുന്നുണ്ട്.
ഈ ഒരു പ്രവണതയൊക്കെ സിനിമ ഒരുപാട് ബാധിച്ചു എന്ന് തോന്നുന്നു. അല്ലെ, നമുക്ക് നേരത്തെ ഈ നമ്മുടെ പ്രധാന ഒരു പ്രശ്നമായിരുന്നല്ലോ വ്യാജ CD അടക്കമുള്ള കാര്യങ്ങൾ. പണ്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മനോരോഗം തന്നെയാണ്. ഇപ്പോൾ ഒരു സൃഷ്ടിയെ ആദ്യം തന്നെ ഇത് പെയ്ഡ് ന്യൂസ് എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. ഈ പാർലമെൻറ്റിലൊക്കെ ചില MP-മാർ ഇത് സംസാരിക്കണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ അവർക്ക് പെയ്ഡായിട്ട് മേടിക്കുമെന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു പെയ്ഡ് ഇഷ്യൂ ആണ്. പക്ഷേ സാധാരണക്കാരൻ സിനിമ കാണുന്നതിന് വലിയ ഇത് കേൾക്കുമ്പോൾ തന്നെ അതെ എന്നാൽ പിന്നെ പോകണ്ടെന്ന് വിചാരിക്കും. അതെന്താ ആ ഒരു കലാരൂപത്തോട് കാണിക്കുന്ന ചതിയാണ്. അത് നിയമപരമായി തന്നെ അത് ഇതാവാം. പക്ഷേ പറ്റും, നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ കലാകൗമുദിയിലും മറ്റേതിലൊക്കെ അവസാന പേജ് ചിത്രശാലയാണ്. ആ സിനിമയുടെ ഒരു റിവ്യൂ ആണ്. ആ റിവ്യൂ ഒരു 1.5 റിവ്യൂ ആണ്. അത് ആ റിവ്യൂ തന്നെ എന്താ ഒരു സുന്ദര സാഹിത്യം, ഒരു ചെറുകഥ വായിക്കുന്ന പോലെ നമുക്ക് നല്ല അത്തരം ഇതിനെ ഒരു സീരിയസ് ആയി സമീപിക്കുന്നില്ല. അതാരുടെയും കുറ്റമല്ല. ഈ സിനിമ തന്നെ ഇപ്പോൾ മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വയലൻസ് കൂടുതലാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റണ്ടല്ല, വയലൻസ് കൂടുതലാണ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ണൻ ചേട്ടൻ ഞാനൊരു സാധനം അയച്ചു തരാം. ഇപ്പോൾ എവിടെയെങ്കിലും നടക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 2-3 സെക്കൻഡേ കാണത്തുള്ളൂ, എന്നിട്ട് കളയും, കാണത്തേയില്ല. എന്ന് വെച്ചാൽ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഇസ്രയേലിൽ മരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിലും പിന്നെ എവിടെയെങ്കിലും മരിക്കുന്ന ഒരു കുഞ്ഞാകുമ്പോൾ നമ്മളെ മനസ്സിൽ വേറൊരു വേദനയാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കാണാൻ കഴിയുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ഈ മൊബൈൽ, ഈ ഗെയിം നമ്മൾ നോക്കൂ, എന്ത് സാധനവും നമ്മൾ ഒരു മണിക്കൂർ അതിലേക്ക് നിൽക്കുമ്പോൾ അവൻ്റെ തലച്ചോറിൽ അതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വയലൻസ് കാണാൻ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ വിജയിക്കുന്ന സിനിമകൾ പലതും അതിൻ്റെ സാധ്യത അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ കരയുമ്പോൾ എൻ്റെ അയലോകത്തെ അവിടുത്തെ വേറെ ഒരു അമ്മയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പാല് തരികയോ ഭക്ഷണം തരികയോ ചെയ്യുന്നത്. എൻ്റെ അമ്മ അവിടെ ഉണ്ടാവണമെന്നില്ല. ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്നെന്ന് പറഞ്ഞാൽ വാത്സല്യത്തിൻ്റെയോ പ്രണയത്തിൻ്റെ പുണ്യത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവസങ്കല്പങ്ങളിൽ പോലും ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അത് ചെറിയ വിഷയം. സിനിമയെ സംബന്ധിച്ച് പ്രോത്സാഹനവും ഭരണത്തിൽ നിന്നായാലും പ്രോത്സാഹനം വളരെ കുറവെന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഈ എന്താണ് പറയുന്നത്, പിന്നെ പഴയ പോലുള്ള ഇപ്പം ഞങ്ങളെ പോലുള്ള കലാകാരന്മാർ ആ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ പരിപാടികളൊക്കെ തീരെ കുറഞ്ഞു. കാരണം ജനങ്ങൾ ഒന്നാമത് സാമ്പത്തികം ഇല്ല എന്നുള്ളത് വെച്ച് നമ്മുടെ പരിപാടികൾ തരുന്നില്ല. അതുപോലെ തന്നെ സിനിമയും വന്നിറങ്ങുമ്പോൾ ആരെങ്കിലും ചുമ്മാ എന്തെങ്കിലും വിടുക എന്ന് പറഞ്ഞാൽ ആ സിനിമ ഇല്ലാതാക്കുന്ന നല്ല നല്ല സിനിമകൾ വന്നിട്ട് ആരും അറിയാതെ പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഏതായാലും സാർ ഇത്രയും നേരം വളരെ സന്തോഷം സാറേ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു, ഉള്ള അറിവ് പങ്കുവച്ചു. സാർ ഇപ്പം പിന്നെ സബ് ഇൻസ്പെക്ടർ അതല്ലേ, നർക്കോട്ടിക് വിഭാഗത്തിലാണ്. അതെ. അപ്പോൾ അതെല്ലാ ഭാവങ്ങളും സാറിന് തരുന്നു. അവർ ഇത്ര നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് തന്നെ സന്തോഷം. അപ്പോൾ ഇനിയുള്ള സിനിമാ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പറയാനുള്ള കഥകളുണ്ടെങ്കിൽ സാർ എന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ വീണ്ടും വരാം. നമുക്ക് പിന്നെ തീർച്ചയായിട്ടും കണ്ണഞ്ചേട്ടനൊക്കെ ചങ്ങനാശ്ശേരിയുടെ ഒരു വരദാനമാണ്. സാറിനെ തേടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.